Good morning. MAT 206 ഗ്രാഫ് തിയറിയിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണിത്. Give the definition of a chromatic polynomial and directly from the definition prove that the chromatic polynomial of Wn and Cn satisfies the identity Pwn k is equal to k into Pcn minus 1 k minus 1. ഇവിടെ നമുക്ക് ക്രോമാറ്റിക് പോളിനോമിയലിൻ്റെ ഡെഫിനേഷൻ കൊടുക്കാം. നമുക്ക് ഓൾറെഡി ക്രോമാറ്റിക് പോളിനോമിയൽ എന്താണെന്ന് അറിയാം. ക്രോമാറ്റിക് പോളിനോമിയലിൻ്റെ ഡെഫിനേഷൻ നമ്മൾ സാധാരണ പി എൻ ലാംഡ എന്നാണ് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. പി ക്വസ്റ്റ്യനിൽ എന്നിന് പകരം യൂസ് ചെയ്തേക്കുന്ന ജി എന്നാണ്, ലാംഡയ്ക്ക് പകരം കെ എന്നാണ്. കെ കളേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ പി ജി കെ എന്നാണ് ഒരു ക്രോമാറ്റിക് പോളിനോമിയലിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പിന്നീട് നമുക്ക് ഡബ്ല്യു എൻ ആൻഡ് സി എൻ എന്ന് പറയുന്നുണ്ട്. ഡബ്ല്യു എൻ എന്ന് പറഞ്ഞാൽ അതൊരു വീൽ ഗ്രാഫാണ്. അതായത് വീൽ ഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം. ഒരു സൈക്ലിക് ഗ്രാഫ് നമുക്കറിയാം. ഒരു സൈക്ലിക് ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു പോയിൻറ്റിലേക്ക്, സെൻറ്ററിലൊരു വെർട്ടെക്സ് ഉണ്ട്. ആ വെർട്ടെക്സിലേക്ക് ഈ വെർട്ടെക്സൊക്കെ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വീൽ ഗ്രാഫ്. അതിനെ നമ്മൾ ഡബ്ല്യു എൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇനി സി എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സൈക്ലിക് ഗ്രാഫാണ്. സോ അപ്പോൾ സൈക്ലിക് ഗ്രാഫ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കറിയാം. അതൊരു സൈക്കിളായിട്ട് നമ്മൾ വെർട്ടീസസ് വരും. സോ ദിസ് ഈസ് വാട്ട് എ സൈക്ലിക് ഗ്രാഫ്. അപ്പോൾ നമുക്കിവിടെ ഡബ്ല്യു എന്നും സി എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ഷോ ചെയ്യേണ്ടത് പി ഡബ്ല്യു എൻ കെ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പി സി എൻ മൈനസ് 1 കെ മൈനസ് 1 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്കൊരു വീൽ ഗ്രാഫ് എടുക്കാം. അപ്പോൾ ഈ വീൽ ഗ്രാഫിൽ ഡബ്ല്യു എൻ എന്ന് പറയുന്ന വീൽ ഗ്രാഫിൽ നമുക്ക് സെൻറ്ററിൽ ഇപ്പോൾ നമുക്ക് കെ കളേഴ്സ് അവൈലബിൾ ആണെങ്കിൽ സെൻറ്റർ വെർട്ടെക്സിന് നമുക്ക് കെ കളർ കൊടുക്കാം. പിന്നെ വരുന്ന എല്ലാ വെർട്ടെക്സിനും നമുക്ക് കെ മൈനസ് 1 കളേഴ്സ് അസൈൻ ചെയ്യാം. പിന്നെ വരുന്ന വെർട്ടെക്സിന് കെ മൈനസ് 1 കളർ അസൈൻ ചെയ്യാം. പിന്നീട് കൊടുക്കുന്ന വെർട്ടെക്സിന് കെ മൈനസ് 2 കളേഴ്സാണ് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി അത് കെ കളർ അസൈൻ ചെയ്ത വെർട്ടെക്സിനോടും കെ മൈനസ് 1 കളർ അസൈൻ ചെയ്യാൻ പറ്റുന്ന വെർട്ടെക്സിനോടും അഡ്ജസൻ്റ് ആയതുകൊണ്ട് മൂന്നാമത് വരുന്ന വെർട്ടെക്സിന് കെ മൈനസ് 2. ഇനി ബാക്കി എല്ലാ വെർട്ടെക്സും അതേപോലെയാണ്. കെ മൈനസ് 2 കളേഴ്സ് കൊടുക്കാൻ പറ്റും. അതായത് ഒരു വീൽ ഗ്രാഫിൻ്റെ പി ഡബ്ല്യു എൻ കെ ക്രോമാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സിന് നമുക്ക് കെ കളേഴ്സ് കൊടുക്കാം. അടുത്ത വെർട്ടെക്സിന് കെ മൈനസ് 1 കളേഴ്സ് അസൈൻ ചെയ്യാം. ബാക്കി എല്ലാ വെർട്ടെക്സിനും നമുക്ക് കെ മൈനസ് 2 കളേഴ്സ് അസൈൻ ചെയ്യാം. ബാക്കി എല്ലാ വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ 2 വെർട്ടെക്സ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മിച്ചമുള്ളത് എൻ മൈനസ് 2 വെർട്ടിസസ് ആണ്. അപ്പോൾ ഇതാണ് ക്രോമാറ്റിക് പോളിനോമിയൽ ഓഫ് എ വീൽ ഗ്രാഫ്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു സൈക്ലിക് ഗ്രാഫിൻ്റെ പോളിനോമിയൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നമ്മൾ കെ കളേഴ്സ് കൊടുക്കുന്നു. അടുത്ത വെർട്ടെക്സിന് നമുക്ക് കെ മൈനസ് 1 കളേഴ്സ് കൊടുക്കാം. അങ്ങനെയുള്ള ബാക്കി എല്ലാ വെർട്ടെക്സിനും നമുക്ക് കെ മൈനസ് കളേഴ്സ് അസൈൻ ചെയ്യാം. അതായത് ഒരു വീൽ ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സിന് കെ കളേഴ്സും ബാക്കി എല്ലാ വെർട്ടെക്സിനും കെ മൈനസ് 1 കളേഴ്സും നമുക്ക് അസൈൻ ചെയ്യാം. കെ മൈനസ് 1 റേസ് ടു എൻ മൈനസ് 1. ഇനി നമുക്ക് ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ഡിറൈവ് ചെയ്യണം. അതിൽ ഇത്രയും ചെയ്താൽ മതി. ഈ ഗ്രാഫിൽ നമുക്കൊരു എന്നിന് പകരം എൻ മൈനസ് 1 എന്നും കെക്ക് പകരം കെ മൈനസ് 1 എന്നും കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കെ മൈനസ് 1 ഇൻറ്റു കെ മൈനസ് 1 മൈനസ് 1 വരും. അപ്പോൾ കെ മൈനസ് 2 എന്ന് വരും. അതുപോലെ എൻ മൈനസ് 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ എൻ മൈനസ് 2 എന്ന് വരും. അതായത് പി സി എൻ മൈനസ് 1 കെ മൈനസ് 1 എന്ന് പറഞ്ഞാൽ കെ മൈനസ് 1 ഇൻറ്റു കെ മൈനസ് 2 റേസ് ടു എൻ മൈനസ് 2 ആണ്. അതായത് പി ഡബ്ല്യു എൻ കെ ഈസ് ഈക്വൽ ടു നമുക്കതിനകത്ത് കെ ഇൻറ്റു ആ മിച്ചം വരുന്നത് കെ മൈനസ് 1 ഇൻറ്റു കെ മൈനസ് 2 റേസ് ടു എൻ മൈനസ് 2ന് നമുക്ക് പി സി എൻ മൈനസ് 1 കെ മൈനസ് 1 എന്ന് അസൈൻ ചെയ്യും. സോ ദിസ് ഈസ് ഹൗ വി ഗെറ്റ് ദ റിസൾട്ട്. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, താങ്ക് യു.